ആരാടാ ഇവൻ? ഭക്ത കുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട. നന്നായി വരട്ടെ. അയ്യോ തളാങ്കുതരകിടതോ, ഇത് സുധാരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? എന്തിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? ഓ, അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. മൂകാംബിക. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം തളാങ്ക തരികടതോ, വൃത്തികെട്ടവൻ. അച്ഛാ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ? എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനുവമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നനയ്ക്കോ മറ്റോ ചെയ്യേ. ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാ ഈ കോലം കെട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. അച്ഛാ, മറ്റേ വർത്താനം പറഞ്ഞോട്ടല്ലോ, തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ഓ, മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരൻ? എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളും. കള്ളൻ. മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല. അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. വേഗം വിളിപ്പിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടി പോരുത്. എടാ ജനമേ, ഐ എം സോറി. കുഞ്ഞേ, ജാനുമ്മ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിതമാശ കാണിച്ചതല്ലേ. എടാ, ഇരുട്ടുവാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ. ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നെ. ഓ, അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണിയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷങ്ങൾ ജപിക്കും.
അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ തന്നാരടോ? അയ്യോ, പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്കെങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല, അത് സാറ് തന്നെയാ. എന്റെ മുമ്പിലുണ്ട്. അല്ല, അന്നാ കാറില് എവിടെ വെച്ച്? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാർ എന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നോ? ശരി ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ട് പാടി കുട്ടിയെ പഠി. ഇല്ലില്ല, പാട്ടില്ല. എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. അല്ല പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ, വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിന് നല്ല. കടുവയെ പിടിക്കുന്നു. കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്തായാലും വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം.